പീരിമേട് ടീ കമ്പനി നിശ്ചലമായതിന് പിന്നാലെ ഫാക്ടറികളും അപ്രത്യക്ഷമാകുന്നു. ഫാക്ടറികൾ പൊളിച്ചു നീക്കുന്നത് ഓരോ തൊഴിലാളികളും നെഞ്ചിടിപ്പോടെയാണ് കാണുന്നത്. തങ്ങളുടെ തലമുറകൾ ജീവിതം കെട്ടിപ്പടുത്ത ഫാക്ടറികളാണ് കൺമുമ്പിൽ പൊളിച്ചെടുക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത 2 ഫാക്ടറികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്താണ് അവരവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ചത്. വർഷങ്ങളോളം തങ്ങളുടെ രക്തം വിയർപ്പാക്കിയ ഫാക്ടറികൾ പൊളിച്ചു നീക്കുന്നത് കണ്ടു നിൽക്കാൻ ഇവർക്കാവുന്നില്ല. മുത്തച്ഛൻ തൊട്ട് ഞങ്ങളെല്ലാം പഠിച്ചു വളർന്നതും എല്ലാം ഈ പീരിമേട് ടീ കമ്പനി കൊണ്ടാണ്. ഞങ്ങളുടെ പാരമ്പര്യം മൊത്തം ഈ പീരിമേട് ടീ കമ്പനിയാണ്. സത്യത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഈ കമ്പനി തന്നെ തീർന്നു. ഇത് പൊളിച്ചു മാറ്റുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു മറിയുന്ന ഒരു സാഹചര്യമാണ്. കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര ഒരു വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾ പഠിച്ചു വളർന്ന എല്ലാം ഈ പീരിമേട് ടീ കമ്പനി കൊണ്ടാണ്. പീരിമേട് ടീ കമ്പനി ഇപ്പം ഈ ഒരു അവസ്ഥയിലായത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പോലും സഹിക്കാൻ മേലാത്തൊരവസ്ഥയാണ്. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് ഫാക്ടറികൾ ഇല്ലാതാവുന്നത്. വിലപിടിപ്പുള്ള യന്ത്ര സാമഗ്രികൾ മോഷണം പോയപ്പോഴും തൊഴിലാളികളുടെ നെഞ്ചു പിടഞ്ഞിരുന്നു. ഞാൻ 1985 എസ്റ്റേറ്റ് പണിയാൻ ഇറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഇട്ടച്ച് പോയിട്ട് 2000 ഇട്ടച്ച് പോയതാണ്. 17 എനിക്ക് സർവീസുള്ള 17 വർഷമുണ്ട് സർവീസ്. എനിക്ക് സർവീസിന് വേണ്ടി ഞാൻ കേസിന് വേണ്ടി പോയിട്ടില്ല. സ്വാമി എന്ന് തുറക്കുന്നോ അന്ന് എൻ്റെ പൈസ മേടിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുള്ളിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഫാക്ടറി പൊളിക്കുന്നതിന് കാണാൻ വേണ്ടി കാണുമ്പോൾ എനിക്ക് ചങ്ങ് കൂട്ടുകായിരുന്നു. അതുപോലത്തെ ഒരു ഇതായിരുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ, കാരണം അതുപോലെ അടുപ്പിച്ച് നടക്കാൻ പറ്റിയില്ല. അതുപോലെ മെഷീനായിരുന്നു അകത്ത് ഇരുന്നതെല്ലാം കംപ്ലീറ്റ്. ഇപ്പം നോക്കുമ്പോൾ വലിയ പൊട്ടൽ പോലെ ഇരിക്കുന്നത് അകത്തോട്ടൊക്കെ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടായി. പഴയ കാലത്തിന്റെ ഓർമ്മകൾ ഇവിടെ ബാക്കിയാവുകയാണ്. 17 മുതൽ 30 വർഷം വരെ ഫാക്ടറികളിൽ സർവീസുള്ള നിരവധി തൊഴിലാളികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഫാക്ടറികളിലെ ഓരോ യന്ത്രങ്ങളും അഴിച്ചു മാറ്റുമ്പോഴും നെഞ്ചു പിടയുകയാണ്. ജീവിതം തന്നെ ഇല്ലാതായ പ്രതീതിയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.